എൻ്റെ അപ്പൻ ഉണ്ണികൃഷ്ണപിള്ള എന്നായിരുന്നു പേര്. അദ്ദേഹം ഒരു വലിയ കച്ചവടക്കാരനായിരുന്നെങ്കിലും അതിലേറെ ഒരു നല്ല വായനക്കാരൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യപൂർവമായ ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ശേഖരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ വായനയുടെ ലോകത്തേക്ക് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വായിച്ച പുസ്തകങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള അതിലും വലിയൊരു മനസ്സുകൂടി എൻ്റെ പിതാവിനുണ്ടായി. അങ്ങനെ അദ്ദേഹം ശേഖരിച്ച് വെച്ച പുസ്തക ശേഖരത്തിൽ നിന്നാണ് ഞാൻ ഓരോ കഥ പറയാറ്. ഇന്ന് ഞാൻ പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കഥയാണ്. 1861 മെയ് 7 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അതാണ് ഈ ദിവസം. ഇന്ന് മെയ് 7 165ാമത് ജന്മദിനം കൂടിയാണ്. ഈ ജന്മദിനത്തിൽ രവീന്ദ്രനാഥ ടാഗോറും കോഴിക്കോട്ടെ ഒരു വ്യവസായിയുമായുള്ള അവേദ്യമായ ബന്ധത്തിൻ്റെ കഥ പറയാനാണ് എനിക്കിഷ്ടം. ഭയമില്ലാത്ത മനസ്സും ഉയർന്നു നിൽക്കുന്ന ശിരസ്സുമുള്ള ലോകമുണ്ടാകട്ടെ എന്നും ലോകത്തോട് പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ജന്മദിനത്തിൽ എനിക്ക് ഓർക്കാൻ ഈ ഒരു കാര്യം അത് നിങ്ങളെ കൂടി അറിയിക്കുകയാണ്. അതായത് നമ്മുടെ പ്രസിദ്ധനായ നമ്മളെ ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ ഉപയോഗിച്ചിരുന്ന മഷി, അദ്ദേഹം ഏറ്റവും വലിയ കവിയായിരുന്നു, അദ്ദേഹത്തെ വർണ്ണിച്ചാൽ തീരില്ല. അദ്ദേഹം ഉപയോഗിച്ച മഷി ഇവിടെ പേര് പ്രഭൂസ് ഇങ്ക്. ഈ പ്രഭൂസ് ഇങ്ക് കോഴിക്കോട് നിന്ന് നിർമ്മിച്ച മഷിയായി. കൽക്കത്തയിലെ കിടക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ഗ്രേറ്റ് പോയറ്റ് ഡോക്ടർ രവീന്ദ്രനാഥ ടാഗോർ ഉപയോഗിച്ചത് കോഴിക്കോട് കടലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിക്കോടിക്കടുത്ത കടലൂരിൽ നിർമ്മിച്ച ദ ശ്രീശൈല ഇൻഡസ്ട്രിയൽ ആൻഡ് സ്പിരിച്വൽ കോളനി ചാരിറ്റീസ്, അങ്ങനെ ഒരു ചാരിറ്റീസിൻ്റെ ഫൗണ്ടർ മാനേജിംഗ് ട്രസ്റ്റിയായിരുന്ന ആചാര്യ KB പ്രഭുവാണ് ഈ മഷി കമ്പനിയുടെ നിർമ്മാതാവ്. ഇനി ഈ പ്രഭു ആരായിരുന്നു എന്ന് പറയാം. ഞാൻ ജനിച്ച വീട്ടിൽ മുൻവശത്തെ പൂമുഖത്ത് കുറേ നേതാക്കന്മാരുടെ പടങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആകർഷിച്ച 2 ചിത്രങ്ങൾ, ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒന്ന് ടാഗോറിൻ്റെ ആയിരുന്നു. എന്തുകൊണ്ടോ എനിക്കറിയില്ല, ടാഗോർ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, ഇങ്ങനെ വലിയ ജുബ്ബ പോലത്തെ എന്തൊരു സാധനം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അയാളുടെ താടി ഒരു ഋഷി തുല്യൻ, അന്ന് ഋഷിയാണോ തുല്യനാണെന്ന് നമുക്ക് അറിയൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ആണ് ഈ ടാഗോറിനോട് എനിക്കൊരു വലിയ ഇഷ്ടമുണ്ടാകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വലുതായി ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി കമലം എന്നാണ് അവരുടെ പേര്. അവർ പഠിച്ചിരുന്ന പ്രോവിഡൻസിലായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, സൂര്യകല, ശശികല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ചേച്ചി വന്നു. അവരുടെ പേര് സുശീല പ്രഭു എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഒരു സംസാര പ്രിയനായതുകൊണ്ടും എല്ലാ വിവരങ്ങളും അറിയണം എന്നുള്ളൊരു വാഞ്ച ഉണ്ട്. അങ്ങനെ അവരെ സുശീല പ്രഭു ഈ KB പ്രഭുവിൻ്റെ മകളാണ്. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം വലിയ ഇൻഡസ്ട്രിയലിസ്റ്റായിരുന്നു, വ്യവസായി. കോഴിക്കോട്ട് വെറും SLC വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന പ്രഭു അവരുടെ ഈ ഇൻഡസ്ട്രിയൽ സാധനം തിക്കോടിയിലെ കടലൂർ ഒരു കുന്നുപോലുള്ള സ്ഥലം, ഇപ്പോൾ സത്യസായി ബാബയുടെ സ്കൂളൊക്കെ നടക്കുന്ന സ്ഥലം, അവിടത്തേക്ക് മാറ്റി. ആ ഒരു സ്ഥാപനത്തിന് പേരിട്ടത് രവീന്ദ്രനാഥ ടാഗോറാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കോഴിക്കോട്ട് കിടക്കുന്ന ഒരു പ്രഭുവിൻ്റെ ഇൻഡസ്ട്രിയലിന് പേരിട്ട് ശ്രീശൈലാണ്. ഈ ശ്രീശൈലം ആണ് ഇപ്പോൾ പറയുന്നത്, അന്നേ പറഞ്ഞിരുന്ന ശ്രീശൈല എന്നാണ്. ഈ ശ്രീശൈലം കുന്നിലുള്ള പ്രഭുവുമായി വളരെ അടുത്ത ബന്ധം ടാഗോറിനുണ്ടായിരുന്നു. ഈ പ്രഭു പിന്നീട് UK മറ്റ് പല സ്ഥലത്തും UK പോയിട്ടുണ്ട്. പിന്നെ
ഏതൊരു സ്ഥലം പറയാനുണ്ട്, യൂറോപ്പിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വ്യവസായത്തിൻ്റെ ആവശ്യവും ഇതിനൊക്കെ നിർദ്ദേശം നൽകിയിരുന്നത് ടാഗോറാണെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ഞെട്ടിപ്പോവുക എന്നൊക്കെ പറയില്ലേ. ടാഗോറും കോഴിക്കോട്ട് കിടക്കുന്ന ഒരു പ്രഭുവും തമ്മിൽ വളരെ ബന്ധം. നമ്മൾ കേട്ടിട്ടുള്ളത് ഗാന്ധിജിയായിട്ടും ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്ന ടാഗോറിനെ കുറിച്ചാണ്. പിന്നീടാണ് ഞാൻ ഈ ഊസ്ഫുല് ആയ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുറിപ്പ് വായിക്കുമ്പോൾ അറിയുന്നത് ഈ കെട്ടിടത്തിന് പേരിട്ടത് പോലും ഈ രവീന്ദ്രനാഥ ടാഗോറാണ്. ഒരു അത്ഭുതം തന്നെ. ആ ഒരു കമ്പനിയുടെ പരസ്യമാണ് തുടക്കത്തിൽ ഞാൻ കാണിച്ച പരസ്യം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. 1949 മറ്റേ ഈ പ്രഭുവിൻ്റെ ഈ ശ്രീശൈലം കമ്പനിയിൽ നിന്ന് സോപ്പ്, പോളിഷ്, മഷി എന്നിവയുടെ നിർമ്മാണമാണ് നടന്നിരുന്നത്. ഇതിനെക്കുറിച്ച് വിവിധ രാജ്യങ്ങളിൽ പോയി പഠിച്ചു വരിക എന്നുള്ളൊരു ദൗത്യം പോലും ഈ പ്രഭു കാണിച്ചു. ഇപ്പോൾ ആ മഷിയില്ല, ടാഗോറില്ല, പ്രഭുവില്ല. പക്ഷേ ഈ ഒരു വാർത്ത എല്ലാവരും അറിയണമെന്ന് എൻ്റെ ഒരാഗ്രഹം. അതുകൊണ്ട് പ്രഭുവിൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാനിവിടെ നിർത്തും.